ഇന്നലെ രാത്രി ഏതാണ്ട് 9:20 നാടിനെ അക്ഷരാർത്ഥത്തിൽ നടുക്കിയ കളർകോട്ടെ അപകടമുണ്ടായത്. അപകട സ്ഥലത്ത് നിന്ന് മനീഷ് മഹിപാൽ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. മനീഷ്, ഇപ്പോൾ അല്പം മുൻപാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്ത് എത്തിയത്. ഇന്ന് തന്നെ ഇതിന്റെ ഈ അപകടത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ എന്താണെന്ന് വിശദമായി പരിശോധിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണല്ലോ അറിയിച്ചിരിക്കുന്നത്. ഏത് തരത്തിലുള്ള പരിശോധനകളാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്? ഗോപികൃഷ്ണൻ, ഇപ്പോൾ ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTO രമണനും ആലപ്പുഴ RTO AK ദിലുവുമാണ് ഈ സ്ഥലത്തെത്തിയിട്ട് ഈ രണ്ട് വാഹനങ്ങളും ഇവിടെ കിടക്കുന്ന, അതായത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം, ഈ വാഹനം അത്രത്തോളം ആഘാതം അതിനുണ്ടായിട്ടുണ്ട്. നമ്മൾ തുടക്കം മുതൽ ഇന്നലെ രാത്രി മുതൽ ആ ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഈ കാറ് വിശദമായി പരിശോധിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ. ഒപ്പം തന്നെ തൊട്ടടുത്ത് തന്നെ ഈ അപകടം ഈ വാഹനം ചെന്ന് ഇടിച്ച KSRTC ബസ്സും പരിശോധിക്കുന്നുണ്ട്. ഇതിലൊരു വ്യക്തത വരുത്തേണ്ട ഒരു കാര്യത്തിൽ മാത്രമാണ്, പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിൽ ഒരു വ്യക്തത വരേണ്ടത് എന്തുകൊണ്ടായിരിക്കും ഈ വാഹനം അവിടെ നിന്ന് സ്കിഡായത്. അതായത് ഒരു വളവ് തിരിഞ്ഞാണ് ഈ ദേശീയപാതയിലേക്ക് ഈ വാഹനം എത്തുന്നത്. ആ വളവ് തിരിഞ്ഞ്, അതായത് ആലപ്പുഴ AC റോഡിൽ നിന്നും ആലപ്പുഴ ദേശീയപാതയിലേക്ക് ഈ വാഹനം എത്തി ഏകദേശം 200 മീറ്റർ കഴിഞ്ഞാണ് ഈ വാഹനം സ്കിഡാകുന്നത്. എങ്ങനെയാണെങ്കിൽ എന്തിനു വേണ്ടി ഈ വാഹനത്തിന് ബ്രേക്ക് ചെയ്തു എന്നുള്ളതാണ്. അപ്പം ഈ നിലവിൽ RTO പറയുന്നത് വാഹനം ഓടിച്ച ഗൗരികൃഷ്ണനോട് സംസാരിച്ചിരുന്നു, മുൻപിൽ ഒരു ഒബ്ജക്റ്റ് കണ്ടിരുന്നു, ആ ഒബ്ജക്റ്റ് കണ്ട് താൻ തെന്നി മാറ്റുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ഡ്രൈവർ പറയുന്നത് അദ്ദേഹം മറ്റൊരു വാഹനത്തെ മറികടന്ന് വരുന്ന സമയത്താണ് എന്നാണ്. അപ്പോൾ അതിലൊരു വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ ഈ വാഹനത്തിന് ഇത്രത്തോളം അപകടം ഉണ്ടാകാൻ, ആഘാതം കൂട്ടാൻ ഉണ്ടായ പ്രധാനപ്പെട്ട ഘടകം ഈ ഓവർലോഡ് തന്നെയാണ്. കാരണം ആ രീതിയിൽ വാഹനം ബ്രേക്ക് ചെയ്തപ്പോഴാണ് അതിന് നിയന്ത്രണം നഷ്ടപ്പെട്ടത്. 14 വർഷം പഴക്കമുള്ള വാഹനമായതുകൊണ്ട് തന്നെ അതിൻ്റെ ടയർ അടക്കം തേഞ്ഞിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബ്രേക്കിംഗ് സിസ്റ്റം, ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം ഇല്ലാത്ത വാഹനമാണ്, എയർ ബാഗ് ഇല്ലാത്ത വാഹനമാണ്. ഒപ്പം തന്നെ ഇവിടെ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന സമയത്ത് ആളുകൾക്ക് ആകെ ആശങ്കയുണ്ടായത് എങ്ങനെ ഇവരെ പുറത്തേക്ക് എടുക്കുമെന്നുള്ളതാണ്. വളരെ കൺജസ്റ്റഡ് ആയ ഒരു വാഹനത്തിനകത്തിരിക്കുന്ന 11 പേർ ഇടിച്ചു കുടുങ്ങി ഒരു റോഡിൽ കിടക്കുന്ന സമയത്ത് അത് വെട്ടിമാറ്റുന്നതിനപ്പുറം വടം ഉപയോഗിച്ച്, അതാണ് RTO പറയുന്നത്, അതായത് വടം ഉപയോഗിച്ച് കെട്ടി ആളുകൾ ചേർന്ന് 10ഉം 30ഉം ആളുകൾ ചേർന്ന് വടം വലിച്ചുകൊണ്ട് അകത്തി മാറ്റിക്കൊണ്ടായിരുന്നു ഈ ആളുകളെ പുറത്തേക്ക് എടുത്തത്. ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു, ഒരാളെ പുറത്തേക്ക് എടുക്കാൻ തന്നെ 10-15 മിനിറ്റ് സമയമെടുത്തു. രക്തത്തിൽ കുളിച്ചായിരുന്നു അതിനകത്ത് മുഴുവൻ ആളുകളും ഉണ്ടായിരുന്നു. 1-2 പേർ മാത്രം ഈ അപകടത്തിൽ നിന്ന് ആ സമയത്ത് തന്നെ ചാടി മാറിയിരുന്നു. ഡ്രൈവർക്ക് പക്ഷേ അപ്പോഴും ബോധമുണ്ടായിരുന്നു, ഡ്രൈവർ നിലവിളിക്കുന്നുണ്ടായിരുന്നു. കാലിന് മാത്രമാണ് ഇപ്പോഴും പരിക്കുള്ളത്. ഇത് സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിൽ ഗുരുതരമായ അപകടം, അതും മെഡിക്കൽ വിദ്യാർത്ഥികൾ ഇങ്ങനെയുള്ള ഒരു അപകടത്തിൽ പെടുക, അതും ദേശീയപാതയിൽ തന്നെ അപകടത്തിൽ പെടുന്നത് ഒരു ഗുരുതരമായ പ്രശ്നമായി, അല്ലെങ്കിൽ അതിനെ ഗുരുതരമായി തന്നെ ഗൗരവത്തോടെ തന്നെ കാണുന്നുണ്ട്. മറ്റ് റോഡിൻ്റെ വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഈ വെളിച്ചക്കുറവ് ഇല്ലായിരുന്നത്, വെളിച്ചക്കുറവ് ഉണ്ടായിരുന്നു, ആവശ്യത്തിന് വെളിച്ചമില്ലായിരുന്നു എന്ന് RTO വ്യക്തമാക്കുന്നുണ്ട്. ഈ അപകടം ഉണ്ടായത് ഏകദേശം ഈ സ്ഥലത്ത് വെച്ചാണ്, ഇവിടെ വെച്ചാണ് ഈ ബസ് കൃത്യമായി അവിടെ നിന്ന്, അതായത് വടക്ക് നിന്നും തെക്ക് ഭാഗത്തേക്ക് കായംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന KSRTC ബസ് കൃത്യം ഇവിടെ വെച്ചാണ് നിൽക്കുന്നത്. ആ ഭാഗത്തു നിന്നാണ് ഈ കാറ് വന്ന് ഇതിലേക്ക് പാഞ്ഞു കയറുന്നത്. ഡ്രൈവർ പറയുന്നതനുസരിച്ച് പരമാവധി അദ്ദേഹം ഈ വാഹനം ഒതുക്കി നിർത്താൻ ശ്രമിച്ചെങ്കിലും പാഞ്ഞു വന്ന് ഈ ബസ്സിൻ്റെ അകത്തേക്ക് കയറുകയായിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. റിവേഴ്സിലേക്ക് വണ്ടി മാറ്റണമെന്ന് തോന്നിയെങ്കിലും ആകെ അമ്പരന്ന് പോയി. പിന്നീട് നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നായിരുന്നു ഈ വാഹനം, ഈ KSRTC ബസ് പുറകിലോട്ട് മാറ്റിയാണ് അതിൻ്റെ അടിയിൽ നിന്നും പിന്നീട് ഈ കാറ് മാറ്റി അതിൽ നിന്നും ആളുകളെ ഓരോരുത്തരെയും വെട്ടിപ്പൊളിച്ച് മാറ്റിയിട്ടുള്ളത്. സങ്കടകരമായ കാര്യം, SKN 2 മാസം മാത്രമായിട്ടുള്ളൂ ഇവർ MBBS സബ്മിഷന് വേണ്ടി ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചേർന്നിട്ട് എല്ലാവരും ആലപ്പുഴ സ്വദേശികളായ ആൾക്കാരുകൾ പോലും, വിദ്യാർത്ഥികൾ പോലും ഹോസ്റ്റലിൽ ഒരുമിച്ച് താമസിച്ച് അവരവരുടെ ഒരു ക്യാമ്പസ് ജീവിതം തുടങ്ങി വരുന്ന സമയത്താണ്. നേരത്തെ നമ്മൾ ഇവിടെ മരിച്ച ആയുഷിൻ്റെ മാതാപിതാക്കളോടൊപ്പമുള്ള ചിത്രമൊക്കെ തന്നെ നമ്മൾ നേരത്തെ പങ്കുവച്ചിരുന്നു. 2 മാസം മുൻപ് അച്ഛനും അമ്മയും ഇൻഡോറിലേക്ക് പോകുന്നതിന് മുൻപ് മകനെ MBBS അഡ്മിഷനാക്കിയ ശേഷം ആ വണ്ടാനം മെഡിക്കൽ കോളേജിൻ്റെ മുൻപിൽ 3 പേരും ചേർന്ന് നിൽക്കുന്ന ദൃശ്യങ്ങളടക്കം, അതിൻ്റെ ചിത്രങ്ങളടക്കം നമ്മൾ നേരത്തെ കൊടുത്തിരുന്നു. അങ്ങനെ വളരെ വൈകാരികമായ വിഷയമാണ്. ഏകദേശം 1 വർഷം കൂടി കഴിഞ്ഞാൽ വൈദ്യ ചികിത്സാ പരിശീലനത്തിലേക്ക് നേരിട്ട് കടക്കേണ്ട വിദ്യാർത്ഥികളാണ്, നാളെ നാടിൻ്റെ നന്മയാകേണ്ട ആളുകളാണ്. ഇങ്ങനെ ഒരു വലിയ അപകടം മനീഷ് മഹിപാൽ ആണ് ഇപ്പോൾ കളർകോട് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.